ഇന്നത്തെ നമ്മുടെ റെസിപ്പി വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ് കേട്ടോ. കൊള്ളിക്കിഴങ്ങ് അതായത് കപ്പ വെച്ച് തയ്യാറാക്കുന്ന ഒരു സൂപ്പർ സ്നാക്സ് ആണ് കേട്ടോ ഇത്. 300 ഗ്രാം കപ്പ എടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്യാം. പരമാവധി കനം കുറച്ചോളൂ. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാനെടുക്കുന്ന ടൈം കുറയ്ക്കാൻ പറ്റും. കട്ട് ചെയ്ത കപ്പയുടെ പീസുകൾ ഒരു 10-15 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വെക്കാം. അതിനുശേഷം ഒന്നുകൂടി കഴുകി വെള്ളം വാലാൻ വയ്ക്കാം. ഇനി ചെറിയ പീസ് ഇഞ്ചി അരിഞ്ഞത്, 5 അല്ലി വെളുത്തുള്ളി ചതച്ചത്, എരിവിനനുസരിച്ച് പച്ചമുളക്, കറിവേപ്പില അരിഞ്ഞത് ഇതെല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 5 ടേബിൾ സ്പൂൺ കടലമാവ്, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 നുള്ള് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണിന് താഴെ കായത്തിന്റെ പൊടി, ഉപ്പ് ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുറച്ച് ലൂസായിട്ടുള്ള ബാറ്റർ ആക്കാം. വെള്ളം കൂടി പോകരുത്. ഉപ്പ് നോക്കി കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച കപ്പയുടെ പീസുകളിട്ട് മിക്സ് ചെയ്യാം. ബാറ്റർ കൂടുതൽ ലൂസായിട്ടുണ്ടെങ്കിൽ കുറച്ച് കടലമാവ് ചേർത്ത് കൊടുത്താൽ മതി. മിക്സിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു 20 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 20 മിനിറ്റിന് ശേഷം ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് വറുത്ത് കോരാം. കുറച്ച് പീസുകൾ എടുത്ത് ഇതുപോലെ ഒട്ടിച്ച് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ പിടിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ കുറച്ച് കടലമാവ് കയ്യിലെടുത്ത് ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. സ്റ്റൗവിന്റെ ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് വറുത്തെടുക്കാം. തീ കൂട്ടി വെക്കരുത്, ക്രിസ്പി ആവില്ല. തിരിച്ചും മറിച്ചുമിട്ട് നല്ലപോലെ ക്രിസ്പി ആയി വരുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം.